ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിലും പോളിംഗ് കുറഞ്ഞു. ഇന്നലെ നടന്ന ആറാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 61.75% പോളിംഗ് നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കുറവ്, ബംഗാളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു. ആർ രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതു ട്രെൻഡായി ഇത് മാറുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം എല്ലായിടങ്ങളിലും എല്ലാ ഘട്ടത്തിലും രേഖപ്പെടുത്തുന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു ഘട്ടം മാത്രമാണ് അവശേഷിക്കുന്നത്. എന്താണ് ആറാം ഘട്ടത്തിലെ പോളിംഗിനെ കുറിച്ച് പൊതുവുള്ള വിലയിരുത്തൽ? ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വിജയപ്രതീക്ഷ എത്രമാത്രമാണ്? ഇത് രണ്ട് വിധത്തിലുണ്ട് പ്രജിനി. ഇത്തവണത്തെ ഈ പോളിംഗ് കുറഞ്ഞതിനെ വിലയിരുത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഈ പ്രധാനമായിട്ടും തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ടിംഗ് നടക്കാത്തതല്ല, മറിച്ച് കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റം. കടുത്ത ചൂടാണ്, ഉഷ്ണതരംഗത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉത്തരേന്ത്യ ഉള്ളത്. അതുകൊണ്ട് പല മുന്നറിയിപ്പുകളും വീടിന് പുറത്തിറങ്ങരുത് എന്നതൊക്കെ നിലനിൽക്കുമ്പോൾ, റെഡ് അലർട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. അത് തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ചിന്തയുടെ ഭാഗമാണ് എന്ന് അവർ കരുതുന്നും ഇല്ല. അതേസമയം ഈ ശക്തി കേന്ദ്രങ്ങളിൽ പലയിടത്തും വോട്ട് കുറഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയെ നേരിടുന്നുണ്ട് പല മുന്നണികളും. അത് ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യമായിട്ട് മത്സരിച്ചിട്ടും ചില മേഖലകളിൽ, അത് ഈ സൗത്ത് ഡൽഹി അടക്കമുള്ള പല മേഖലകളിലും അവർ പ്രതീക്ഷിച്ചത്ര വോട്ടിംഗ് പെർസെന്റേജ് അത് ഉയർന്നില്ല എന്ന വിധത്തിലേക്ക് ഒരു നിരീക്ഷണം ഉണ്ട്. രണ്ട് പാർട്ടികളും പറയുന്നത് തങ്ങൾ പരമാവധി എതിർ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന ഇടങ്ങളിൽ പോലും പോൾ ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ സാധാരണ സാഹചര്യത്തെക്കാൾ വ്യത്യസ്തമാകുന്ന ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതടക്കമുള്ള നിരീക്ഷണങ്ങളാണുള്ളത്. ഏതായാലും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് അനുസരിച്ച് ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ആ ഒരു ട്രെൻഡ് തുടരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആറാം ഘട്ടത്തിൽ 61.75% അവസാന കണക്കനുസരിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് പോളിംഗ് ശതമാനം. ഇതിൽ ഒരല്പം കൂടി കൂടാനായിട്ടുള്ള സാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്. ബീഹാറിൽ 55.24, ഹരിയാനയിൽ 62.09, ജമ്മു കാശ്മീരിൽ 54.46, ജാർഖണ്ഡിൽ 63.76, ഡൽഹിയിൽ 58.09, ഒഡീഷയിൽ 70.99, ഉത്തർപ്രദേശിൽ 54.03, ബംഗാളിൽ 80.06 എന്നിങ്ങനെയാണ് ഇന്നലെ സംസ്ഥാനങ്ങൾ തിരിച്ച് നടന്ന ഇതിലെ കണക്ക് ഇപ്രകാരമാണ്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.